കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ശ്രീജയൻ നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ, നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്നത് എന്താണ്? കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായോ? ഇത് കാരണം പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. UPS-ലൊരു ഷോർട്ട് സർക്യൂട്ട് വന്നത് കാരണം ഉണ്ടായിട്ടുള്ള സ്മോക്കാണ്. ഇപ്പോൾ അതെല്ലാം നമ്മുടെ നിയന്ത്രണ വിധേയമാണ്. നമ്മുടെ മെയിൻ ഹോസ്പിറ്റലിലേക്ക് ബാക്കിയുള്ള പേഷ്യൻസിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. കാഷ്വാലിറ്റി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ ഡോക്ടർ? ഇല്ല, ഒന്നുമില്ല. നിലവിൽ രോഗികൾക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും? ഇല്ല. സ്മോക്ക് വന്നതേ ഉള്ളൂ, ഫയർ ഉണ്ടായില്ല അല്ലേ? ഇല്ല, അതിനുള്ളിൽ ഫയർ വന്നു, സ്മോക്ക് വന്നു, അത് കൺട്രോൾഡാണ്. പുതിയ ബിൽഡിംഗ് അല്ലേ ഡോക്ടർ ഇത്? അതെ, PMSSY ബിൽഡിംഗ് പുതുതായിട്ട്. AC, അതായത് കാഷ്വാലിറ്റി ബ്ലോക്കിലെ CT സ്കാൻ, എക്സ്റേ സ്കാൻ വിഭാഗത്തിലായിരുന്നു ഇത്? അതിനടുത്തുള്ള UPS-ലാണ് ഇത് സംഭവിച്ചത് അല്ലേ? അതെ. താങ്ക് യു. ഇപ്പോൾ സൂപ്രണ്ടാണ് നമുക്കൊപ്പം ഉള്ളത്, ഡോക്ടർ ജയൻ. കാര്യങ്ങൾ വ്യക്തമാണ്. സിനോജ, സ്മോക്കും ഫയറും വന്നു, അത് UPS-ൽ നിന്ന് പടർന്നതാണ്. രോഗികളെല്ലാം ഇപ്പോൾ വളരെ സമാധാനത്തോടു കൂടി മറ്റ് ബ്ലോക്കുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. ചില ആളുകളെ മറ്റ് ചില ഹോസ്പിറ്റലുകളിലേക്കും മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ അധികൃതരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും പോലീസും ഫയർഫോഴ്സും ഡോക്ടർമാരും ഒക്കെ എത്തി രോഗികളെ അതിവേഗം തന്നെ ഈ കാഷ്വാലിറ്റിയിൽ നിന്നും ഒക്കെ മാറ്റുകയായിരുന്നു. സ്മോക്ക് വന്നത് കാഷ്വാലിറ്റി ബ്ലോക്കിലെ UPS-ൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സ്മോക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറ്റി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ബ്ലോക്കിൽ ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല അല്ലേ സിനോജ്? അരുകുമാർ, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. സൂപ്രണ്ട് പറഞ്ഞതുപോലെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് പറഞ്ഞതും UPS-ൻ്റെ വശത്ത് നിന്ന് ആണ് വന്നതെന്ന് പറയുന്നത്. അതായത് CT സ്കാനൊക്കെ തന്നെയുള്ള ആ ഭാഗത്ത് UPS റൂമുണ്ട്, അവിടെ നിന്നാണ് പുക വന്നതെന്ന് പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഏകദേശം സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യം കൂടി. ഏതായാലും കാഷ്വാലിറ്റിയുടെ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരുന്ന രോഗികളെ മുഴുവൻ ഇവിടേക്ക് മാറ്റി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ തന്നെ അകത്ത് കയറി ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച്, ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ച് അകത്ത് കയറി ഫയർഫോഴ്സിൻ്റെ ആളുകൾ അകത്ത് കയറി പരിശോധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള, അതായത് ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി വിഭാഗത്തിലെ കാഷ്വാലിറ്റിയിലുള്ള രോഗികളെ മുഴുവൻ മാറ്റാൻ സാധിച്ചു എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. പക്ഷേ ഇതിൻ്റെ മുകളിലോട്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അവിടെയുള്ള രോഗികളെ മാറ്റാൻ സാധിച്ചോ എന്ന് നമ്മൾ സ്ഥലം എംപിയോട് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്ന് പറയുന്നു. അവിടേക്ക് പുക വന്നിട്ടില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. കാരണം ഇതൊരു ബഹുനില കെട്ടിടമാണ്, അതുകൊണ്ട് പുക മുകളിലേക്ക് പോയിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും പുക മുഴുവൻ പ്രധാന കവാടം വഴി പുറത്തേക്കാണ് വന്നത്. ഇപ്പോൾ പുകയുടെ ഒരു ബാഹുല്യം കുറഞ്ഞിട്ടുണ്ട്, കാരണം ഫയർഫോഴ്സ് അകത്ത് കയറി പുക ഏകദേശം കുറേ വലിച്ച് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. ഇനിയും എവിടെയാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്ന് കണ്ടെത്തി ആ പ്രശ്നം പരിഹരിച്ച് ഈ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം അടിയന്തരമായി പുനരാരംഭിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മേയർ ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വിവരം പറഞ്ഞിട്ട്. ഏതായാലും കാഷ്വാലിറ്റിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരുന്ന രോഗികളെ മുഴുവൻ മാറ്റാൻ സാധിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ UPS-ൻ്റെ ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായെന്ന് പറയുന്നത്. കണ്ടെത്തി അത് പരിഹരിച്ച് അടിയന്തരമായിട്ട് തന്നെ പ്രവർത്തനം പുനരാരംഭിക്കേണ്ടതുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാഷ്വാലിറ്റിയുടെ അകത്തുള്ള എല്ലാ എക്യുപ്മെൻസും പുറത്തേക്ക് പൂർണ്ണമായി എടുത്തിട്ടുണ്ട്. കിടക്ക ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും പുറത്തേക്ക് നീക്കിയിട്ടുണ്ട്. അതൊക്കെ തന്നെ പുനഃസ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട് ഇപ്പോൾ.